അന്നത്തെ ദിവസം പലതവണ ഭവ്യ വേദിനെ വിളിച്ചു നോക്കിയെങ്കിലും പലപ്പോഴും അവൻ ഫോൺ എടുത്തില്ല. ഇടയ്ക്ക് ഫോൺ എടുത്ത് അല്പം മാത്രം സംസാരിച്ചതിന് ശേഷം വെക്കുകയാണ് ചെയ്തത്. അവൾക്ക് വല്ലാത്ത വേദന തോന്നി. ആദ്യമായാണ് അവനിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം. അങ്ങനെ വേദനയോടെ ഇരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. വേദ് സാർ എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് കോൾ എന്ന് കണ്ടതും അവൾ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. കോൾ എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല. അടുത്തെല്ലാം ആൾക്കാരുണ്ടായിരുന്നു. അല്ലാതെ നിന്നെ ഞാൻ ഒരു നിമിഷം പോലും മറന്നിട്ടില്ല. അവൾ ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ ശ്വാസമെടുക്കാതെ അത്രയും അവളോട് പറഞ്ഞു. അവൾക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് തോന്നി. അവനെ താൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നതിനൊപ്പം തന്നെ അവൻ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്നോർത്ത് സന്തോഷവും തോന്നി. ഞാൻ ഫോൺ വെച്ചോട്ടെ? അല്പം താമസിക്കുമെങ്കിലും ഞാൻ ഇന്ന് വരാതിരിക്കില്ല. അവൻ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ആ ചോദ്യം അവളുടെ തൊണ്ടയിൽ തന്നെ കുടുങ്ങിക്കിടന്നു. അവൻ തന്നോട് മനഃപൂർവ്വം പറയാതിരിക്കുന്ന ഒരു കാര്യം അങ്ങോട്ട് കുത്തി ചോദിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. കോള് കട്ട് ചെയ്തതിന് ശേഷം അവൻ അല്പം ആശ്വാസത്തോടെയിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആശ്വാസത്തിലാണവൻ. എന്നാൽ അവനെ ഞെട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഡോക്ടർ അറിയിച്ചു എന്ന് ഒരു സിസ്റ്റർ അവനോട് പറഞ്ഞു. അവൻ ചെന്നപ്പോഴേക്കും അവളെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് തന്നെ തിരികെ പോകാമെന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം? അവൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. ഡോക്ടറാണ് പറഞ്ഞത്, എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അവൾ പറയുമ്പോൾ അവൻ ദേഷ്യം കൊണ്ട് തൻ്റെ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതിന് ഏതെങ്കിലും ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാം. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ കണ്ണു നിറച്ചു. നോക്ക് വേദ്, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന കാര്യം ഇപ്പോൾ വേറെ ആർക്കും അറിയില്ല. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാൽ അതെൻ്റെ വീട്ടിൽ അറിയാൻ കാരണമാകും. അങ്ങനെ എൻ്റെ ലൈഫ് മൊത്തത്തിൽ തകർന്നു പോകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസം നിനക്ക് എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റില്ലേ? ഇന്നൊരു ദിവസം നിന്നിട്ട് നീ പൊയ്ക്കോ. ഡോക്ടറെ നിർബന്ധിച്ചിട്ടാണെങ്കിലും നാളെ ഡിസ്ചാർജ് വാങ്ങാം, പ്ലീസ്. അവൾ മുഖത്ത് അങ്ങ് ഏറ്റവും ദയനീയത വരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇവിടെ ഒപ്പം ആളില്ലെങ്കിലും അവർ നന്നായി തന്നെ കെയർ ചെയ്യും. ഞാനൊരു ദിവസം മാറി നിന്നാൽ ശരിയാവില്ല. ഫ്ലാറ്റിൽ അവൾ തനിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളോട് എന്തു പറയും? നീ തന്നെ ഒന്ന് ഓർത്തു നോക്ക് ഗായത്രി. അവൻ വീണ്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കുന്നത് കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. എങ്കിലും അതല്പം പോലും പുറത്ത് കാണിക്കാതെ അവൾ വീണ്ടും നിഷ്കളങ്കതയുടെ മൂടുപടമണിഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ എന്നെ ഇവിടെ തനിച്ചിട്ട് പോകാൻ നിനക്ക് തോന്നിയല്ലോ. ഒന്നുമില്ലെങ്കിലും എത്രയോ കാലം നിൻ്റെ ഒപ്പം കഴിഞ്ഞതാണ് ഞാൻ. അതിൻ്റെ ഒരു കടപ്പാടെങ്കിലും നിനക്കെന്നോട് കാണിച്ചുകൂടെ? അവളുടെ ശബ്ദവും മുറുകി. യാചന മാറി അവിടെ ഒരു ഭീഷണി കലർന്നു. നോക്ക് ഗായത്രി, നിന്റെ ഭീഷണി പേടിച്ചിട്ടല്ല ഞാൻ നിന്റെ ഒപ്പം വന്നത്. ഒരു ദിവസം കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെങ്കിൽ സഹായിക്കാനാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതമെല്ലാം അറിയുന്നവളാണ് ഭവ്യ. ഇന്നൊരു ദിവസം ഞാൻ അവിടെ നിന്നും മാറി നിന്നാൽ അവൾ എന്നെക്കുറിച്ച് മോശമായി വിചാരിക്കില്ലേ? അവൻ്റെ വാക്കുകൾ കേട്ട് ഗായത്രി പല്ല് കടിച്ചു പിടിച്ചു. ഭവ്യയ്ക്ക് വേദിനെക്കുറിച്ച് എല്ലാം അറിയാമെന്നത് അവൾക്ക് പുതിയ അറിവായിരുന്നു. അപ്പോൾ അവൾക്ക് നിന്നെ വിശ്വാസമില്ല എന്നാണോ? അവൾ ഒരു പുച്ഛത്തോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ കാര്യമല്ല. എവിടേക്കാണ് വരുന്നത് എന്ന് അവളോട് പറയാതെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ പോലും എന്നെ വിശ്വസിക്കില്ല. എന്തിനു വേണ്ടിയാണെങ്കിലും അവൾ അറിയാതെ ഞാൻ ഒരു പെണ്ണുമായി ചെലവഴിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഓ, വേദനാരായണൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയല്ലേ? എത്രയെത്ര രാത്രികൾ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണക്കെടുത്താ നിന്റെ ഒപ്പം ഏറ്റവും കൂടുതൽ കിടന്നിട്ടുള്ള പെണ്ണ് ഞാൻ തന്നെയാകും. ഓർത്തു നോക്ക്, നീ എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. ആ എൻ്റെ ഒപ്പം ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൂട്ടിയിരുന്നു എന്ന് കരുതി നിനക്ക് എന്താണ് നഷ്ടപ്പെടുക? അവൾ പറഞ്ഞതും ഇതുവരെയും തോന്നാത്ത ഒരു തരം വെറുപ്പ് അവൻ അവളോട് തോന്നി. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് താൻ ആസ്വദിച്ചിരുന്ന ശരീരമാണ് അവളുടേതെന്ന് അവൻ്റെ ഓർമ്മകളിൽ പോലും ഇല്ലായിരുന്നു. സ്റ്റോപ്പ് ഗായത്രി, ഇനി നീ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്റെ ഒപ്പം ഇവിടെ വരാൻ പാടില്ലായിരുന്നു. ദേഷ്യം വന്നാൽ അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും പിന്നെ താൻ വിചാരിച്ചതൊന്നും നടക്കില്ല എന്നും അവൾക്ക് മനസ്സിലായി. അങ്ങനെയല്ല,
ഞാനും നിന്നെ ഒരുപാട് പ്രണയിച്ചിരുന്നു. നിന്നെ മാത്രമേ ഞാൻ പ്രണയിച്ചിരുന്നുള്ളൂ. നീയല്ലേ എന്നെ ഒഴിവാക്കി പോയത്. അതെല്ലാം ഓർത്തപ്പോൾ അറിയാതെ എനിക്ക് സങ്കടം വന്നു പോയി. ഇനി അതൊന്നും ഞാൻ പറയില്ല. ഞാൻ UK പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് ഈ പ്രഗ്നൻസി. ഇത് ഒന്നൊഴിവാക്കിയ പിന്നെ ഞാൻ ഒരിക്കലും നിന്റെ മുന്നിലേക്ക് വരില്ല. അവളുടെ സ്വരം മൃദുലമായി. അങ്ങനെ നിനക്ക് എന്നോട് പ്രണയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നീ ഈ ഹോസ്പിറ്റലിൽ കിടക്കയിൽ കാണില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും നീ പറയണ്ട. പിന്നെ ഈ പറഞ്ഞതിലൊന്നും ഒരിക്കലും ഒരു മാറ്റവും വരരുത്. അറിയാലോ നിനക്കെന്നെ. അവൻ രൂക്ഷമായി പറഞ്ഞതും അവൾ തല കുലുക്കിക്കൊണ്ട് കണ്ണടച്ച് കിടന്നു. ഇന്നിവിടെ നിൽക്കണമെന്നുള്ള കാര്യം എങ്ങനെ അവളെ വിളിച്ചറിയിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ കാരണം കൂടി പറയേണ്ടി വരും. എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യം പറയാമെന്ന് വെച്ചാൽ അത് കള്ളമാണ് എന്ന് അവൾ അറിയും. തൻ്റെ സെക്രട്ടറി അവളായതുകൊണ്ട് തന്നെ അവൾക്കറിയാത്ത ഒഫീഷ്യൽ മീറ്റിങ്ങുകൾ ഒന്നും തനിക്കില്ല. അവൻ്റെ നെറ്റിയിൽ കൂടി വിയർപ്പുചാലുകൾ ഒലിച്ചിറങ്ങി. കണ്ണുകൾ ചുവക്കുകയും ഞരമ്പുകൾ പിടയ്ക്കുകയും ചെയ്തു. ഗായത്രി ഇതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ കണ്ണുകൾ അടച്ചു കിടന്നു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് അവൻ മൊബൈലുമായി പുറത്തേക്കിറങ്ങി. അവൻ പുറത്തേക്കിറങ്ങി എന്ന് കണ്ടതും ഒരു ഗൂഢമായ ചിരിയോടെ ഗായത്രി കണ്ണുകൾ തുറന്നു. ഓഫീസിൽ നിന്നും തിരികെ എത്തിയിട്ടും വേദ് ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഭവ്യ. ഇതുവരെയും തോന്നാത്ത ഒരു അസ്വസ്ഥത അവൾക്ക് തോന്നി. അതിന് പ്രധാന കാരണം അവൻ്റെ പഴയ ജീവിത രീതിയാണ്. ഇനി ഒരിക്കലും അതിലേക്ക് അവൻ തിരികെ പോകില്ല എന്ന ഒരു ഉറപ്പുണ്ട്. അവൾ അസ്വസ്ഥതയോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴാണ് ബാഗിനുള്ളിൽ അവളുടെ മൊബൈൽ റിങ് ചെയ്തത്. എടുത്തു നോക്കിയപ്പോൾ തന്നെ അവളുടെ മുഖം വിടർന്നു. ആ പുഞ്ചിരിയോടെ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എന്താ ലേറ്റ് ആവുന്നത്? പരിഭവത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടതും അവന് തൻ്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി. ഭവ്യ, ഞാൻ വന്ന കാര്യം കുറച്ച് താമസിച്ചു പോയി. ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെയേ വരൂ. നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ? സുരഭിയെ കൂട്ടിന് വിളിച്ചോ? അവൻ്റെ വാക്കുകൾ പതിവില്ലാതെ ഇടറിയിരുന്നു. അതിനെന്താ സാറ് സങ്കടപ്പെടുന്നത്? ഞാൻ അവളുടെ ഒപ്പം നിന്നോളാം. സാറ് പോയ കാര്യം കഴിഞ്ഞിട്ട് വന്നാൽ മതി. താൻ എവിടേക്കാണ് പോയത് എന്ന് പോലും ചോദിക്കാത്ത അവളുടെ നിഷ്കളങ്കതയിൽ അവന് വീണ്ടും സങ്കടം തോന്നി. പക്ഷേ ഇക്കാര്യം എങ്ങനെ അവളോട് തുറന്നു പറയും? ഞാൻ വെച്ചോട്ടെ. ഇനിയും കൂടുതൽ അവളോട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു. അവൾ ഒന്ന് മൂളിയതും അവൻ കോൾ കട്ട് ചെയ്തു. രണ്ടിടത്തായിരുന്നുവെങ്കിലും ഇരുവരുടെയും ഹൃദയം ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു.